എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന സീരീസിന്റെ എപ്പിസോഡ് 12 ഈ സീരീസ് ഇടണോ വേണ്ടതെന്നാണ് ആലോചിക്കുന്നത്. കാരണം അത്ര വ്യൂസ് വരുന്നില്ല. അതിന് കാരണം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്തിന് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ 22 എപ്പിസോഡ് വരെ കണ്ടോളൂ. ഒരു എപ്പിസോഡ് കൂടി എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതൊന്നും ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നാണ് വന്നത്. അത് പറഞ്ഞ് എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഇഷേനാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഷിയോ നീ എങ്ങനെ ഇവിടെ വന്നു എന്ന രീതിയിൽ മനസ്സിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് അപ്പോൾ ഒരാൾ വരുന്നു. നീ അവനെ കൊന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. കാര്യം ഞാൻ എന്തിനെ കൊല്ലണം, ഞാൻ എന്തിനു ഇനി നിങ്ങൾ പറയുന്നത് കേൾക്കണം. അതുപോലെ അവന്റെ കയ്യിൽ ഹെവൻലി ഫ്ലെയിം ഉണ്ട്, എന്നെ ഒറ്റ സെക്കൻഡിൽ കൊല്ലും. അപ്പോഴാണ് ആ ആള് മാസ്ക് മാറ്റുന്നത്. അത് ഹാൻഫങ് ആയിരുന്നു. ഇവ മരിച്ചില്ലേ? അവളോട് നിന്റെയും ശിശാന്റെയും ബോഡി മുഴുവൻ പോയിസണാണ്, അത് മാറ്റാനുള്ള മരുന്ന് എന്റെ കയ്യിലും. അവൾക്കൊരു ബോട്ടിൽ എലിക്സർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ പിൽസ് കൊടുത്തിട്ട് ഇത് അവന് കൊടുക്ക്. അവന്റെ ഡൗക്കി കുറച്ചു നേരത്തേക്ക് സപ്രസ് ആകും. അതിനുശേഷം നീ കൊല്ല്. അവളാണെങ്കിൽ കൊല്ലുന്നത് എന്തിനാ? പാര വേണ്ട സാധനം എന്നെ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അവൻ എന്റെ ലൈഫിലെ മോർട്ടൽ എനിമിയാണ്. ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹാൻഡ് ഡോസ് തരൂ, വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവൾ സമ്മതിച്ചു. ഈ സമയത്ത് മെഡൂസ പിറകെ പോയ അതാണ് കാണിക്കുന്നത്. രാവിലെ ഒളിച്ചിരുന്ന് ഷിയാൻ അറ്റാക്ക്, ഷിയാനല്ലേ ശിശാൻ. പിന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ്. ഇപ്പോഴും രണ്ടുപേരും കട്ടയാണ് നിൽക്കുന്നത്. മെഡൂസ ശിശാനോട് ആ ഫൈറ്റിനിടയ്ക്കിന് പറയുന്നുണ്ട്, നിന്റെ സ്ട്രെങ്ത് മാക്സിമം എത്ര വരും എന്ന് ചോദിക്കുമ്പോൾ അതിനു മുൻപ് നീയാണ് പെട്ടത്. ഈ സ്ഥലം മുഴുവൻ പോയിസൺ ആക്കിയിട്ടുണ്ട്, അത് നിനക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഒരു ടൈമിൽ ക്യൂൻ മെഡൂസയും ലോക്കാക്കി അടിച്ചിട്ട് പിന്നെ ഫൈറ്റ് അവസാനം ലോക്കാക്കി. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവനെ കൊല്ലാനാണ്. അത് കേട്ട് അവൾക്കാണെങ്കിൽ ദേഷ്യം വന്നു. എന്നാൽ ഒരു പുച്ഛ ചിരിച്ചിട്ട് ക്യൂൻ മെഡൂസ മറ്റേ ട്രിപ്പിൾ ജെയ്ഡ് ഗ്രീൻ സ്നേക്ക് ഫ്ലവർ ആ സ്കില്ല് അത് യൂസ് ചെയ്ത് കൺട്രോളിലാക്കി. എന്നിട്ട് തിരിച്ച് ലോക്കാക്കി. ശിശാനോട് ഒരു നിമിഷം സ്റ്റണ്ണായി പോയതുപോലെ, ഇനി എങ്ങനെ നിന്റെ ജീവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കാണണമല്ലോ. അത് കേട്ടിട്ട് ഷിയോയാൻ അവിടെ ഒറ്റയ്ക്കല്ലേ, ഞാൻ മാത്രമേ കാണുമെന്നാണോ? അവൻ ഡേഞ്ചറിലാണെന്ന് മനസ്സിലായി. എന്നാൽ ഷിയോയാനെ നോക്കുവാണ് ഇഷിയാൻ. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൻ കണ്ടുവരുന്നു. അപ്പോൾ തന്നെ മാസ്ക് കൊടുത്തിട്ട് അവനോട് അവളെ ഒരു ആൽക്കമിസ്റ്റാണ്, ഒരു രാത്രി ബോധം കെട്ട് കിടക്കായിരുന്നു, ഈ എലിക്സർ കഴിക്കുക, ഡൗക്കി റിക്കവറാകും. അവൻ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞ് അവനത് കഴിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ അപ്പോഴാണ് ക്യൂൻ മെഡൂസ അത് തടഞ്ഞു. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ മരിച്ചനെ. എന്നാൽ ഷിയോയെ അത് സമ്മതിച്ചില്ല. എങ്കിൽ അവൾ കഴിഞ്ഞ രാത്രി തന്നെ എന്നെ കൊല്ലുമായിരുന്നു. നിനക്ക് മനസ്സിലായോ എന്ന് ഇഷിയാൻ ചോദിക്കുമ്പോൾ, എനിക്കറിയാം നീ ആരാണെന്ന്. എന്റെ അവർ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഇവളാണ് ഫെയറി ഡോക്ടർ അല്ലെങ്കിൽ ഇഷിയാൻ. പാസ്റ്റിൽ നടന്നത് പറയുവാണ്. അവൻ മാജിക്കൽ ബീസ്റ്റ് മൗണ്ടനിൽ നിന്ന് പരിക്കുപറ്റി ഒരു വില്ലേജ് എത്തി. അന്ന് യുൻഷിനെ ഇല്ലാതാക്കിയെന്ന്. അന്ന് രക്ഷിച്ചത് ഇവളാണ്. അന്നാണ് ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുന്നത്. അത് കേട്ട് അവൾക്ക് സങ്കടം വന്ന്. എന്നിട്ടും അത് അവർ കാണാതെ കിട്ടിയ, ഞാൻ ഇഷിയാനൊന്നുമില്ല, ഞാൻ വില്ലേജിൽ വന്നതുമില്ല, നീ കള്ളം പറയാൻ നോക്കണ്ട എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ടെന്ന് നീ എന്റെ റിങ് കണ്ടിട്ട് നീ എന്നെ കൊല്ലാതെ വിട്ടു? കാരണം നീ ആകുമെന്ന് എനിക്കറിയാം എന്ന് ഇഷിയാൻ വിട്ടുകൊടുക്കുന്നില്ല. ഇവളൊരു പോയിസൺ മാസ്റ്ററാണ്. അങ്ങനെയുള്ളവർ ഒരുപാട് നാൾ ജീവിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, എന്ന് ഇവള് ജീവിച്ചു. അവളുടെ ബോഡി മുഴുവനും പോയിസൺ ആണ്. അത് വളരെ റെയറായ വേഫുൾ പോയിസൺ അല്ലെങ്കിൽ ജന്മന പോയിസൺ ആയിട്ട് ജനിച്ചത്. അവൻ ബാക്കി പറയാനും തുടങ്ങി. അവിടെ ഉള്ളവർ ഇഷിയാനെ വേഫുൾ പോയിസൺ ഉള്ളവളാണ് എന്ന് പറഞ്ഞ് ആ വില്ലേജിൽ നിന്ന് തുരത്താനായിട്ട് നോക്കുകയാണ്. സംഭവം അവളെ താമസിച്ച് രണ്ടുപേര് അവളുടെ പോയിസൺ ബ്രേക്കായി അതിൽ മരിച്ചു. അവളെ കൊന്നതാണ് എന്ന രീതിയിലാണ് ആ വില്ലേജ് ഉള്ളവര് അവളെ വില്ലേജിൽ നിന്ന് തുരത്താൻ അല്ലെങ്കിൽ കൊല്ലാനായിട്ടാകണം വെളിയിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ അവൾക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ട്. ഷിയോയൻ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ അവൻ എന്ത് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല. അവൾ കാരണം ഒരുപാട് പേര് മരിക്കുകയാണ്. അവളുടെ ബോഡി മുഴുവൻ വേഫുൾ പോയിസൺ ആണ്. അത് പുറത്തു വന്നാൽ ചുറ്റുമുള്ള എല്ലാവരും മരിക്കും. ഞാൻ അത് സങ്കടത്തോടെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിയൂ. അവൻ ആപത്താണ്, നീ പോ എന്നൊക്കെ പറയുമ്പോൾ അവൻ കേൾക്കുന്ന മട്ടില്ല. മുൻപുള്ള ഫ്ലാഷ് ബാക്ക് എന്ന പോലെ അവന്റെ ചെവിക്ക് നോക്കി ഒരട്ടി കൊടുത്തു. അവന് നീ ലോകത്തുള്ളതാണോ, നിനക്ക് ഇവിടെ ജീവിക്കാൻ കഴിയും. നീ ജന്മന പോയിസണായിട്ട് ജനിച്ചെങ്കിൽ അത് നിന്റെ തെറ്റല്ല, അവർക്കും അതും പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അവളെ കണ്ടത് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അതുപോലെ വിരട്ടാനും നോക്കുന്നുണ്ട്. ഷിയോയെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുന്നു. എന്നാൽ അവരൊരു രീതിയിലും അടുക്കുന്നില്ലാത്ത പോലെ. ഇവളൊരു മനുഷ്യനാണ്, ഇവൾ കാരണമല്ല അവർ മരിച്ചത്. അവൾ ജന്മന പോയിസൺ അഫക്റ്റായി. അവളിന് എത്രമാത്രം വേദനയിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയും എന്നൊക്കെ പറയുമ്പോൾ കുറച്ചു പേർക്ക് അത് കേട്ടൊന്ന് മനസ്സിലാകുന്ന രീതി വന്നു. എന്നാൽ അതിലെ മെയിൻ ആയിട്ടുള്ള ലീഡർ അല്ലെങ്കിൽ വില്ലേജ് ഹെഡ്, എനിക്ക് ഇവൾ ജനിക്കാനേ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നു. അവനോട് നീ പിറകെ തന്നെ നിൽക്കുക. എന്നാൽ അവൾക്കും ദേഷ്യം വന്നിട്ട് ആ വേഫുൾ പോയിസൺ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും പേടിച്ചോടി. ആരും പോകണ്ട, ഇവളെ കൊല്ലാം എന്ന് പറഞ്ഞപ്പോൾ ഒരു അറ്റാക്ക്. എന്നാൽ ഷിയോയെ ഏറ്റുവാങ്ങി. അതുകൊണ്ട് അവൾക്ക് ഷോക്ക്. അവനൊന്നും പറ്റില്ല, കാരണം അവന്റെ ഉള്ളിൽ ഹെവൻലി ഫ്ലെയിം ഉണ്ട്. അവളപ്പോൾ എനിക്ക് ഈ ലോകത്തുള്ള ഒരാളെ ഇഷ്ടമല്ല, ആർക്കും എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഷിയോയനപ്പോൾ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നിന്നെ പോലെ അല്ലെങ്കിൽ ഞാൻ അവസ്ഥയിലൂടെയാണ് വന്നത്. നിനക്ക് സേഫായ ആരും വരാത്ത ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാം. അതിനുശേഷം അവരാ വില്ലേജിൽ നിന്ന് പുറത്തു വന്നു. അങ്ങനെയാണല്ലോ കാണിച്ചു വെച്ചേക്കുന്നത്. ഈ ഹെവൻലി ഫ്ലെയിമൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കിട്ടിയെന്ന് നോക്കിയാൽ ഇത് ബോൺ ചില്ലിങ് ഫ്ലെയിമാണ് മാസ്റ്ററിന്. അതൊക്കെ അവനവളോട് ഞാൻ
അതിനെപ്പറ്റി ഇപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. നിന്നെ കൊണ്ട് ഈ കോണ്ടിനെന്റ് ഞാൻ ചുറ്റിക്കാം. നീ വില്ലേജിൽ ഒതുങ്ങി പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാതെ പോയി. ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ടോപ്പ് ലെവൽ ആൽക്കമിസ്റ്റ് ആകും. എന്നിട്ട് ഞാൻ നിന്റെ വേഫുൾ പോയിസൺ അതെല്ലാം ഇല്ലാതാക്കും എന്നൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ അവിടെ ഉറങ്ങിയതുപോലെ നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ആരോടെ പറഞ്ഞേ എന്ന രീതിയിൽ അവനവിടെ കിടന്ന് ഉറങ്ങി. എന്നാൽ അവൾ ഉറങ്ങിയില്ലായിരുന്നു, അവനെ നോക്കിയിരിക്കുന്നു. അവൾക്കൊരു ചെറിയ ഫീലിങ്സ് ഒക്കെ വന്നു തുടങ്ങിയതുപോലെ. അവളെ കൊണ്ടുപോയത് മാജിക്കൽ ബീസ്റ്റ് മൗണ്ടൈനിലെ ഒരു സ്ഥലത്തേക്കാണ്. എന്നാൽ നീ അവിടെ നിന്ന് നീ എങ്ങോട്ടാണ് പോയത്? ഞാൻ നിന്നെ എത്ര നാൾ തിരഞ്ഞെന്നറിയോ? അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട്. അവരുടെ വാലി മാസ്റ്റർ ഉടനെ വരും, പെട്ടെന്ന് ഇവിടത്തെ പോയി എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിന്നെ ആരെ യൂസ് ചെയ്യുകയാണെന്ന്. അതാരാണെന്ന് ചോദിക്കുമ്പോൾ ഹാൻഫങ്. അത് കേട്ട് അവനാണ് എന്റെ അച്ഛനെ കൊന്നേ, അവ എപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് പറഞ്ഞ് ഷോക്കായി പോയി. അവനെ വിശ്വസിക്കരുതെന്ന് പറയുവാണ്. എന്നാൽ നമുക്ക് ആ ആന്റിഡോസ് തരും. അപ്പൊ ശിവൻ നിനക്ക് വേണ്ട മരുന്ന് ഞാൻ ഒപ്പിച്ചുതരാം. എന്നാൽ അവൾ അവന്റെ ഒരു വാക്കും കേൾക്കുന്നില്ല. ഈ സമയം ക്യൂൻ മഡസ സീഷനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. ഷിയോന്റെ കഴുത്ത് വെച്ചിട്ട് അവളെ വിടൂ, ഇല്ലെങ്കിൽ എങ്ങനെ കൊല്ലും എന്ന് അവളുടെ കൈയൊക്കെ വിറയ്ക്കുമായിരുന്നു. അത് അവൻ മനസ്സിലാക്കിയിട്ട് അവളുടെ കൈയിന്റെ മണ്ടയിൽ പിടിച്ച് എന്നിട്ട് ഒരു സിഗ്നൽ കൊടുത്തു. അതുകൊണ്ട് തന്നെ സീഷനെ പോകാൻ വിട്ടു. നീ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. പക്ഷെ അവളെന്താണ് ഒന്നും ആലോചിക്കാതെ എല്ലാം എടുത്തു ചാടുന്നു എന്ന് പറഞ്ഞ് ഷിയോയെ നിൽക്കുവാണ്. കുറെ നേരം ദൂരേക്ക് നോക്കി നിൽക്കുമ്പോൾ ക്യൂൻ മഡസ വിളിച്ചിട്ട് മതി പോയ ഡോക്ടർ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല, വന്നിരിക്കേ. അങ്ങനെ അവർ ഹാൻഫങ് മരിച്ചില്ല എന്നത് അറിഞ്ഞ് പറയുമ്പോഴാണ് അവൻ ആ പോയിസൺ എഫക്റ്റ് ആയി അതിന്റെ എഫക്റ്റ് വരാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് മെഡൂസയ്ക്ക് ടെൻഷനായി. ഇങ്ങനെയെങ്കിലും ഹാൻഫങ് മുന്നിൽ വന്നപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോഴാണ് ശിവൻ അവൾ കൊടുത്ത പിൽസ് അല്ലെങ്കിൽ ആ എലിക്സർ കഴിക്കാൻ പോകുമ്പോൾ അതും ക്യൂൻ മഡസ തടഞ്ഞു. ഇതിന്റെ പോയിസൺ ഉണ്ടെങ്കിലോ എന്താ ശിവൻ അവളെന്നെ പറ്റിക്കില്ല എന്ന് പറഞ്ഞ് അത് കഴിച്ചു തുടങ്ങി. അതുകൊണ്ട് നീ എടുത്തു ചാടിയോ എന്ന് പറഞ്ഞ് ക്യൂൻ മഡസ. എന്നിട്ടൊരു ആക്ഷൻ. ക്യൂൻ മഡസ പിന്നെ ടെൻഷനായി. ഞാൻ പറഞ്ഞില്ലേ ചതിക്കുന്ന എന്നത് ആക്ടിങ് ആണെന്ന് മനസ്സിലായപ്പോൾ എനിക്കറിയാമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് റിയൽ ആയിട്ട് അവന്റെ ബോധം പോയി. എഴുന്നേക്കട്ടെ, അവന്റെ ബോധം പോയതുകൊണ്ട് ഇത് റിയൽ ആണ് എന്ന് ക്യൂൻ മഡസ. അത് കഴിഞ്ഞ് സീഷനെ സമാധാനിപ്പിക്കാൻ നോക്കുന്ന ഇഷ്യൻ. എന്നാൽ സീഷൻ അവളെ വഴക്കു പറയുകയാണ്, നീ എന്താണ് അവനെ കൊല്ലാതിരുന്നേ? അപ്പോഴാണ് ഇഷ്യൻ പണ്ട് അവനൊരു പ്രാവശ്യം ഹെൽപ്പ് ചെയ്തു, അവനില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ കാണില്ലായിരുന്നു. അത് കേട്ട് അപ്പൊ ഞാൻ നിന്റെ ആരാ? നിന്നെ സ്വന്തം അനിയത്തെ പോലെ ഇല്ലേ നോക്കിയേ? നിനക്ക് ഇത്രയും അവസ്ഥയിലുണ്ടായിട്ടും നിന്നെ ഇത്ര നാൾ സംരക്ഷിച്ചത് ഞാനുകൂടിയല്ലേ എന്ന് പറഞ്ഞ സങ്കടം. അതൊക്കെ കേട്ട് അവൾക്ക് ഇമോഷണലായി പോയിസൺ അത് പുറത്ത് വരാനായിട്ടും തുടങ്ങി, ബ്രേക്ക് ആകാൻ തുടങ്ങി. അതുകൊണ്ട് സീഷൻ സങ്കടം അതൊക്കെ മാറിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആന്റിഡോസ് ഒപ്പിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് അതിൽ നോക്കിയെന്നാൽ അതിലില്ല, മസ്റ്ററിന്റെ അടുത്ത് പോകാം എന്ന് പറഞ്ഞ് പോകുന്നു. അത് കഴിഞ്ഞ് ഷിയോയിന് കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്ന് ക്യൂൻ മഡസ ഞാൻ പറഞ്ഞില്ല അവൾ ചതിയെന്ന്. എന്നാൽ ഷിയോയിന് ഇല്ല, ഇപ്പോഴാണ് ഞാൻ ഒന്ന് സെറ്റായത്. ക്യൂൻ മഡസയുടെ ഹെൽപ്പോടെ ഒരു ടെററായ സ്ഥലത്തെത്തി. അവിടെ ഹാൻഫങ്ങിന്റെ ഏരിയ ആണെന്ന് പോലെ എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ മുഴുവൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. മെഡിസിൻ അവിടെ രക്ഷിക്കാനുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് ഷിയോയിൻ അവിടെ ഒരു പഴുതാരനെയൊക്കെ കാണുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. അതൊരു ബോട്ടിലേക്ക് നോക്കി. എന്തിനാണ്? തെളിവിന് വേണ്ടി. അവളാണ് ക്യൂൻ മഡസ കണ്ട് ഷോക്കായി പോയത്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ സ്നേക്ക് പീപ്പിളിന്റെ സ്കാറിൽ അതെന്താണെന്ന് വെച്ചാൽ സ്കിൻ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കാണാതായത്. ബ്ലഡി ഹാൻഫങ് അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ പോകുമ്പോൾ സൗണ്ട് ഉണ്ടാക്കാതെ അവൻ അറിയരുത് എന്ന് പറഞ്ഞ് ഷിയോയിൻ തടയുന്നു. അവനോട് ക്യൂൻ മഡസ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അവനെ എൻ്റെ മാസ്റ്ററിനെ കൊന്നു, അച്ഛനെ കൊന്നു, ഫെയറി ഡോക്ടറിനെ പറ്റിച്ച് യൂസ് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത് എത്തനുള്ള തിരിച്ചടി അത് കൊടുക്കാനാണ്, അതവ അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു സമാധാനപ്പെടുത്തി. അപ്പോഴാണ് ക്യൂൻ മഡസ വന്നത് കാര്യം പറയുന്നത്. ആ ഹെവൻലി ഫ്ലെയിം, ആ ഫാളൻ ഹാർട്ട് ഫ്ലെയിം അത് കിട്ടിയതിനു ശേഷം തിരിച്ചു പോയി കിങ്ഡത്തിലേക്ക് പോയി. സംഭവം അവിടെ കുറച്ച് ദിവസം കൊണ്ട് പയ്യെ സ്നേക്ക് മെൻസിനെയൊക്കെ കാണാതാകുകയാണ്. അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്താണ് ഡീമൺ വാലിയിലേക്ക് വന്നത്. മുൻപേ കണ്ടതും എല്ലാം ഇപ്പൊ അവരെയാണ് ഈ കൊന്നിട്ടേക്കുന്നത്. ഇത് മുൻപേ പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഫെയറി ഡോക്ടറിനെ സിഷാനി നീ വെറുതെ വിട്ടില്ലേ? അതിനെ അവരെ ഉൾപ്പെടുത്തിയതാണ്. ഹാൻഫങ് അവര് പോലും അറിയാതെ യൂസ് ചെയ്യണം. അത് അവർക്കും അറിയില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് ആവശ്യം ഹാൻഫങ് ആണ്. അവരെന്തിനാണ് പ്രശ്നത്തിലാകുന്നത് എന്ന രീതിയിൽ ഷിയോയിൻ. കാരണം അവന്റെ കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് ചെയ്തപ്പോൾ തന്നെ അവന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, മാസ്റ്ററിനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അവന്റെ സങ്കടം. എന്നിട്ട് അവിടെ നിന്ന് എടുത്തത് വെച്ച് ഒരു പോയിസൺ പില്ലുണ്ടാക്കി. അത് ആണ് ഇഷ്യന് ആന്റിഡോസ് ആയിട്ട് കൊടുക്കുന്നത്. അവളാണ് ക്യൂൻ മഡസ എങ്കിൽ മെഡിസിൻസ് ഏജ് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കാണില്ലേ? അതിന്റെ വല്ല ഗ്രന്ഥമോ ഏൻഷ്യന്റ് റെക്കോർഡോ എല്ലാം കാണുമല്ലോ എന്ന് പറയുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞ് റിങ്ങിനുള്ളിലേക്ക് പോകുകയാണ്. അപ്പൊ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് ഉണ്ട്, അതോടെ കണ്ടിട്ട് തീരുമാനിക്കാം. ഓക്കെ, ബൈ.